അപ്പോൾ ഞാൻ ഇന്നലെ കണ്ട രണ്ട് സിനിമകളുടെ റിവ്യൂ ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് റോന്ത്, രണ്ട് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഈ രണ്ട് സിനിമകളുടെ റിവ്യൂ നമ്മളിവിടെ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം പറയുന്നത് റോന്ത് സിനിമേനെ പറ്റിയാണ്. റോന്ത് റൈറ്റ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ഷാഹി കബീർ. അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇലവീഴ പൂഞ്ചിറ. ഇലവീഴ പൂഞ്ചിറയ്ക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയാണ് റോന്ത്. അദ്ദേഹം കഥ എഴുതിയ കുറച്ച് സിനിമകളുണ്ട്. അതായത് നമ്മുടെ ജോസഫ്, നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതുപോലെ തന്നെ ഈ ഇലവീഴ പൂഞ്ചിറ ഇതിൻ്റെയും കഥ പുള്ളി തന്നെയായിരുന്നു. ഇപ്പൊ റോന്തും കഥയും സംവിധാനവും ഷാഹി കബീറിന്റെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു തിരക്കഥാകൃത്തും സംവിധായകനുമാണ് ഷാഹി കബീർ. അദ്ദേഹത്തിന്റെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സിനിമ എനിക്ക് വൺ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് തിയേറ്ററിൽ കണ്ടവർക്ക് അറിയാം ആ സിനിമയുടെ ലെവൽ എന്താന്ന്. കാരണം അത് പക്കാ തിയേറ്റർ മെറ്റീരിയൽ ആയിട്ടാണ് ഇലവീഴ പൂഞ്ചിറ എടുത്തിരിക്കുന്നത്. അതിലെ സൗണ്ട് ഡിസൈൻ അല്ലെങ്കിൽ സൗണ്ടിന്റെ വർക്കുകൾ, ഒരു അറ്റ്മോസ് തിയേറ്ററിൽ അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് തിയേറ്ററിൽ കണ്ടവർക്കേ മനസ്സിലാവുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയായിരുന്നു ഇലവീഴ പൂഞ്ചിറ. അതുപോലെ തന്നെ അദ്ദേഹം കഥ എഴുതിയ സിനിമകളിൽ തന്നെ എനിക്ക് മുൻപന്തിയിൽ തോന്നിയ ഒരു സിനിമയാണ് നായാട്ട്. നായാട്ടൊക്കെ വൻ പടം, വൻ പടം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് നായാട്ട്. നായാട്ടൊക്കെ പടച്ചു വിട്ടവന് 10ൽ 10ആണ്. കാരണം അത് ഉണ്ടാക്കിയവനെ കൊണ്ട് പോലും ഇനി അങ്ങനെയൊന്നും എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതുപോലൊരു സാധനമായിരുന്നു നായാട്ട്. അപ്പൊ നമ്മൾ റോന്തിലേക്ക് വരുമ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ കിഡു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഈ സിനിമ ഒരു റിയലിസ്റ്റിക് പോലീസ് സ്റ്റോറി തന്നെയാണ്. രണ്ട് പോലീസ് ഓഫീസറുടെ ഒരു ദിവസത്തെ നൈറ്റ് ഡ്യൂട്ടി, അതാണ് സിനിമ. ഇത് ഒരു ദിവസത്തെ കഥയാണ്. രണ്ട് പോലീസ് ഓഫീസേഴ്സ്, അതായത് നമ്മുടെ ദിലീഷ് പോത്തനും റോഷനാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. രണ്ട് പോലീസുകാരുടെ ഒരു ദിവസത്തെ നൈറ്റ് ഡ്യൂട്ടിയാണ് സിനിമ പറയുന്നത്. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ആ ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. സ്റ്റോറി ആയാലും അതുപോലെ തന്നെ പെർഫോമൻസ് ആയാലും. പെർഫോമൻസ് ദിലീഷ് പോത്തൻ കിഡു എന്ന് വെച്ചാൽ കിഡു അത്രയും ഗംഭീര പെർഫോമൻസും സീൻസാണ് പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ദിലീഷ് പോത്തനെ അഭിനയിച്ച ഒരുപാട് സിനിമകൾ ഇതിന് മുൻപ് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ ഒരു പടം കണ്ട നമുക്ക് പുള്ളിയുടെ ഫാനാവാൻ തോന്നും, ദിലീഷ് പോത്തനെ ഫാനാവാൻ തോന്നും നമുക്ക് ഈ സിനിമ കണ്ടാൽ. അതുപോലത്തെ കിണ്ണം റോളാണ് ദിലീഷ് പോത്തന് ഇതിൽ കിട്ടിയിരിക്കുന്നത്. പെർഫോമൻസ് ആയാലും അത് ഒരു ഇമോഷണൽ സീൻസ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ മാസ് സീൻസ് ആയാലും ദിലീഷ് പോത്തൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോഷൻ, ഇതിൽ രണ്ട് റോഷന്മാരുണ്ട്. നമ്മുടെ അഡാർ ലവിലെ റോഷൻ ഇതിനകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പടത്തിലെ മെയിൻ ലീഡറുകളായ റോഷൻ, ദിലീഷ് പോത്തൻ്റെ കൂടെ ത്രിവോട്ടിലെ ക്യാരക്ടർ, അദ്ദേഹം ഇതിലൊരു നായകൻ തന്നെയാണ്. അയാൾ നന്നായിട്ടുണ്ട്. അത്രയും കിടുവായിട്ട് തന്നെ പുള്ളിയും ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് റോന്ത്. എനിക്ക് ആകെപ്പാടെ ഈ സിനിമയിൽ ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സ് ഒരു SCU പരിപാടികളൊക്കെ ഉണ്ട്. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് ഏത് സിനിമയായിട്ടാണ്, ഷാഹി കബീറിൻ്റെ ഏത് സിനിമയായിട്ടാണ് കണക്ഷൻ വരുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം കഥ എഴുതിയ ഒരു സിനിമയായിട്ട് ഒരു കണക്ഷൻ വരുന്നുണ്ട് ക്ലൈമാക്സിൽ. പക്ഷെ ആ ക്ലൈമാക്സ് വന്നപ്പോൾ സിനിമയുടെ ഗിയറൊന്ന് മാറിപ്പോയി. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ക്ലൈമാക്സ് വേറൊരു രീതിയിലാക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ എങ്കിലും അത് മാറ്റി നിർത്തിയ പോലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് റോന്ത്. ഞാൻ പറയണം, നായാട്ടൊക്കെ ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമ തന്നെയാണ് റോന്ത്. ഞാൻ ഈ സിനിമയുടെ ടീസറോ ട്രെയിലറോ ഒന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടാണ് ഞാൻ കയറി ചെന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഹൗസ് ഷോയ്ക്ക് ആയതുകൊണ്ട് തന്നെ അടിപൊളി വൈബായിരുന്നു. പ്രത്യേകിച്ച് ഈ നമ്മുടെ ദിലീഷ് പോത്തൻ്റെ ഒക്കെ ചില സീനുകളുണ്ട്. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു സീൻ ഉണ്ട്, അത് തന്നെ കിഡ് പറഞ്ഞ ഒരു റിയലിസ്റ്റിക് പോലീസ് ഓഫീസർ, ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് അടിപൊളിയായിട്ട് ഷാഹി കബീർ എടുത്തിട്ടുണ്ട്. അത് ദിലീഷ് പോത്തനും റോഷനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് 25 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു പോലീസ് ഓഫീസറാണ് ദിലീഷ് പോത്തൻ. റോഷന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് പുതിയ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു 2-3 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ ആ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ടുപേരും, ദിലീഷ് പോത്തൻ പ്രത്യേകിച്ച് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, തിയേറ്ററിൽ പറ്റുന്നവർ, നായാട്ടൊക്കെ ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് പോയി കണ്ടു നോക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ സിനിമ വ്യസന സമേതം ബന്ധുമിത്രാദികൾ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് വലിയ തൃപ്തി കിട്ടാത്ത ഒരു സിനിമയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കോമഡി ഉണ്ടെന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ആ പടത്തിനകത്തില്ല. അതിന് സംവിധായകൻ S. വിപിനാണ്.
പ്രൊഡ്യൂസർ നമ്മുടെ വിപിൻ ദാസ് ആണ്. നമ്മുടെ ജയ ജയ ഹേ, ഗുരുവായൂരമ്പൽ നാളിലൊക്കെ ഡയറക്ടറാണ് വിപിൻ ദാസ്. അതുപോലെ തന്നെ വാഴ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടിയാണ് വിപിൻ ദാസ്. വിപിൻ ദാസ് ആണ് ഇതിൻ്റെയും പ്രൊഡ്യൂസർ. എനിക്ക് പേഴ്സണലി ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം കണ്ടന്റ് വെറുതെ വലിച്ച് 2 മണിക്കൂർ സിനിമയ്ക്ക്. ഇതിൻ്റെ ഇടയിൽ ചില സീനുകളൊക്കെ ഭീകരമതായിരുന്നു. ഇതിൻ്റെ അകത്ത് ചില സീനുകളൊക്കെ നമുക്ക് തന്നെ രാമ തിയേറ്ററിൽ ഇറങ്ങി പോകാൻ തോന്നും. അതുപോലത്തെ ചില തൊലിഞ്ഞ സീനുകളുണ്ട് ഈ പടത്തിനകത്ത്. എനിക്ക് പേഴ്സണലി ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാണാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ റോന്ത് ഞാൻ പറയണു, പറ്റുന്ന ഒരു തിയേറ്ററിൽ കണ്ടോ, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ.